മേഖലയിലേക്ക് എത്തിക്കാൻ ഇന്ന് തന്നെ കഴിഞ്ഞു എന്നത് ഒരു വലിയ ആശ്വാസമാണ്. നാളെ ഇനി മണ്ണിനടിയിൽ കുടുങ്ങിയവരെ തേടിയുള്ള അന്വേഷണം തുടങ്ങും. അതിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലെ കാര്യം പറഞ്ഞാൽ ഒരാൾ പൊക്കത്തിലൊക്കെ ചെളി വീണ് അവിടെ വലിയ ചെളിക്കൂമ്പാരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനടിയിലൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് തിരയണം. അപ്പോൾ JCB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് വേണം. അവിടെ ഉണ്ടായിരുന്ന ഒരു അനുകൂല ഘടകം അവർക്ക് ചില അപായ സൂചനകൾ ലഭിച്ചപ്പോൾ തന്നെ അവർ കൂടുതൽ ഉയരമുള്ള ഭാഗങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. അങ്ങനെ മാറിയവരൊക്കെയാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 800-നും 1000-നും ഇടയിൽ ആളുകളെ ഈ ആർമി നിർമ്മിച്ച പാലത്തിലൂടെ, താൽക്കാലിക പാലത്തിലൂടെ നമ്മൾ ഈ സുരക്ഷിത തീരത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കപ്പോൾ ഈ ഒഴുക്കിന് നേരെ അതിന്റെ മുന്നിലേക്ക് തന്നെ ചെന്ന് ചാടിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കാരണം അവർക്ക് കാര്യങ്ങൾ ഒരു അപകട സൂചന ലഭിച്ചത് വൈകിയാണ്. അവർ ആ അപകടത്തിന് മുന്നിലേക്ക് തന്നെയാണ്, വലിയ ഒഴുകി വന്ന വെള്ളത്തിന് മുന്നിലേക്ക് തന്നെയാണ് അവർ അകപ്പെട്ടത്. അങ്ങനെയാണ് അത്രയും ആളുകൾ അവിടെ അപകടത്തിൽപ്പെടുകയും അതിൽ 22 ആളുകളുടെ മൃതദേഹം ഇപ്പോൾ ഇന്ന് കരക്കെത്തിക്കുകയും ചെയ്തത്. നാളെ ഇനി അവിടെ വലിയ തെരച്ചിൽ വേണം. അപ്പോൾ അവിടെ ചില വീടുകളുടെയൊക്കെ ടെറസ് മാത്രമേ ഉയർന്നു കാണുന്നുള്ളൂ എന്നാണ് അവിടേക്ക് പോയ ആളുകൾ പറഞ്ഞത്. അപ്പോൾ ടെറസ് മാത്രമാണെങ്കിൽ അതിനടിയിൽ ജീവന്റെ അവശേഷിപ്പുണ്ടോ, അതിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതൊക്കെ നാളെ മാത്രമേ തിരയാൻ കഴിയൂ. അപ്പോൾ നാളെ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇനി എന്ത് ആ മേഖലയിൽ അവശേഷിക്കുന്നു എന്നത് അന്വേഷിക്കാനുള്ള തരത്തിലാണ്. പക്ഷേ ഇതുപോലെ ഒരു ദുരന്ത മുഖത്ത് ഇത്രയും ആളുകൾ 800-ലും 1000-നും ഇടയിൽ ആളുകളെ ഏറെക്കുറെ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ അവരെ കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ആശ്വാസം ഈ ദുരന്ത മുഖത്തുണ്ട്. പക്ഷേ അതിനൊപ്പം നമ്മൾ ഭയക്കുന്നത് ഇത് ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞതിനപ്പുറത്തേക്കുള്ള അപകടം എന്ന് നാട്ടുകാർ പറയുന്നത് അങ്ങനെ സംഭവിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ട്. അങ്ങനെ സംഭവിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വസ്തുതകളായി നമ്മളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. എത്രയാളെ കാണാനുണ്ട്, അതൊരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. നാളെ ഈ രക്ഷാപ്രവർത്തകർ നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ അപകടത്തിൽപ്പെട്ടവരെ പറ്റിയുള്ള കാര്യമായ വിവരങ്ങൾ അവരുടെ കൈവശമില്ല എന്നുള്ളതാണ്. ഒരു എണ്ണമോ ഒരു സംഖ്യയോ ഒന്നും ആരുടെയും പക്കലില്ല, ഒരു കണക്കുമില്ല. അപ്പൊ ഒരു കണക്കുമില്ലാതെ അത്തരത്തിൽ മിസ്സിംഗ് ആയവരെ പറ്റിയുള്ള ഒരു വിവരവുമില്ലാതെയാണ് നാളെ ഈ സംഘം തെരച്ചിലിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ തെരച്ചിൽ എത്രത്തോളം ആ നിലയിൽ ഒരു പ്രതിസന്ധി അവർക്കുണ്ട്. എത്ര തിരയണം, എത്ര സമയം അന്വേഷിക്കണം, എവിടൊക്കെ തിരയണം എന്നത് സംബന്ധിച്ചൊന്നും ഒരു ഏകദേശ വിവരമില്ല. അപ്പോൾ അത് ഒരു പക്ഷേ ഈ മിസ്സിംഗ് കേസുകളുടെ ഒക്കെ കണക്ക് വെച്ച് നാളെ ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക കണക്ക് മാത്രമായിരിക്കും ഈ റവന്യൂ അതോറിറ്റീസിന്റെ കയ്യിൽ നാളെ ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഈ മേപ്പാടി പഞ്ചായത്തിന് ഈ മേഖലയിലൊക്കെ ഉള്ളവരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്നത് നാളെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണക്കുകളില്ലാതെയാണ് നാളെ തെരച്ചിലിന് ഇറങ്ങേണ്ടത് എന്നൊരു പ്രതിസന്ധി രക്ഷാദൗത്യത്തിൽ ഭാഗമായ എല്ലാ ഏജൻസികളും നാട്ടുകാരും അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനേതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മന്ത്രിമാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവർ ഏകോപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ എന്നതും ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഏതാണ്ട് 800-ലധികം ആളുകളെ അവിടെ നിന്ന് പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖലയിൽ നിന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ 120-ലധികം ആളുകളുടെ മരണം ഇതിനോടകം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അധികമായ ആളുകളെ പറ്റി നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രമേ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര വലിയ കണക്കുകൾ ആളുകൾ പറഞ്ഞാലും അത് തൽക്കാലം നമ്മൾ അതൊരു വിവരമായി മനസ്സിൽ സൂക്ഷിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാകട്ടെ, ഔദ്യോഗികമായി കണക്കുകൾ വരട്ടെ, ആ ഘട്ടത്തിൽ നമുക്ക് പറയാം. എന്തായാലും ഇന്നത്തെ ദൗത്യം ഏതാണ്ട് അവസാനിപ്പിച്ചു. അങ്ങേക്കരയിൽ ഉണ്ടായിരുന്ന ദൗത്യ സംഘാംഗങ്ങൾ, ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ഒക്കെ അംഗങ്ങൾ ആ റോപ്പ് വേയിലൂടെ എങ്ങോട്ട് വരികയാണ്. മറ്റു ചിലർ ആർമിയുടെ താൽക്കാലിക പാലത്തിലൂടെ ഇക്കരെ എത്തുകയും ചെയ്തു. കാര്യമായ ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ സംവിധാനങ്ങൾ ഒരുക്കാതെ തെരയുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഇടവേള അവരും എടുക്കുകയാണ് എന്ന് തോന്നുന്നു. നാളെ രാവിലെ അവരുടെ ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്യും. വിജയകുമാർ, നാളെ ആ തെരച്ചിൽ നടക്കാൻ പോകുന്നു. അത് മണ്ണിനടിയിൽ, പാറക്കെട്ടുകൾക്കിടയിലൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നാളെ തെരച്ചിൽ എന്നുള്ള നിലയിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനും ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടോ? കാരണം ഇന്ന് തന്നെ നമ്മൾ റോപ്പിലും താൽക്കാലിക പാലത്തിലുമൊക്കെയാണ് അവിടെ നിന്ന് ആളുകളെ മറുകരയിലേക്ക് എത്തിച്ചത്. നാളെ ദൗത്യസംഘത്തിന് തെരച്ചിൽ നടത്താം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അത്യാധുനിക സംവിധാനങ്ങളോ മറ്റോ ഉപയോഗപ്പെടുത്തി, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ JCB പോലുള്ള കാര്യങ്ങളോ മറ്റോ ഒക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതെങ്ങനെ അവിടേക്ക് എത്തിക്കും എന്നുള്ളൊരു വെല്ലുവിളി നിലനിൽക്കുന്നുണ്ടോ വിജയകുമാർ? അപ്പുറത്തേക്ക് ഹിറ്റാച്ചിയുടെ വലിയ മെഷീനുകളായിരിക്കാം
അവിടേക്ക് കൊണ്ടുപോവുക. അത് ഇവിടെ നമ്മൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ചുരം കയറി വരുന്ന സമയത്തൊക്കെ അത്തരം മെഷീനുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത്തരം മെഷീനുകൾ ഇവിടെ 2 3 ഒക്കെ എത്തിയിട്ടുണ്ട്. അതിലും കൂടുതൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ ഇവിടെ ഒഴുകുന്ന അരുവിയുടെ ഒഴുക്ക് കുറച്ച് ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായതിനേക്കാൾ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അത് കുറെ കൂടി അതിലൊരു കുറവുണ്ടായാൽ, മഴയൊക്കെ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിലൊരു കുറവുണ്ടായാൽ, അപ്പോ വീണ്ടും ആ വെള്ളം കുറച്ചുകൂടി കുറഞ്ഞാൽ ആ മെഷീനുകൾ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ആർമി അതിന് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അവർക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും. അത് ആയിരിക്കും അവിടെ തെരച്ചിലിന് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക. അല്ലാത്ത ഒരു തെരച്ചിൽ കാര്യമുണ്ടാവില്ല. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ അവിടേക്ക് നാളെ എത്തും എന്നതാണ് അറിയുന്നത്. അത് ഇവിടെ ഉണ്ട്. അത് അവിടേക്ക് കൊണ്ടുപോയാൽ മതി. അതിന് പറ്റുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ കാര്യക്ഷമമായ ഒരു മണ്ണിനടിയിലെ പരിശോധന നടക്കും എന്നാണ് കരുതുന്നത്. അതിന് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. രാത്രി ഇനി കാര്യമായ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ആ നിലയിൽ രാവിലെ തന്നെ ഒരു സജീവമായ പരിശോധനയിലേക്ക് കടക്കാമെന്നാണ് തോന്നുന്നത്. നാളെ പുലർച്ചെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് ദൗത്യസംഘം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്ക് പ്രകാരം 126 മരണമാണ് ഈ ദുരന്തത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുണ്ടക്കയിൽ ഇന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തെ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വലിയ വേദനയായ, വലിയ ഹൃദയഭേദകമായ കാഴ്ചകളാണ് എങ്ങുമെങ്കിലും അതിനിടയിൽ നിന്നും ഏതാണ്ട് 800-ലധികം ആളുകളെ സുരക്ഷിതമായി മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ വിജയം തന്നെയാണ്. 22 മൃതദേഹങ്ങൾ അവിടെ കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയ എല്ലാ മൃതദേഹങ്ങളും മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ സുരക്ഷിതമായി മറുകരയിൽ എത്തിക്കുന്നത് നമ്മൾ കണ്ടു. റോപ്പിൻ്റെ സഹായത്തോടുകൂടി മൃതദേഹങ്ങൾ എത്തിക്കുന്നതുമൊക്കെ കണ്ടു. അങ്ങനെ ഇന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ നേരിടാൻ, അതിൽ രക്ഷാകരം നീട്ടാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും വലിയ വേദനയായി, വലിയ ആശങ്കയായി നിൽക്കുന്നത് ഒരുപാട് പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. നേരത്തെ വിംസ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമൊക്കെ സമീർ ബിൻ കരീം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പലരും നെഞ്ചുപൊട്ടിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അവരുടെ നാട്, ഉറ്റവരെ എല്ലാം നഷ്ടമായിരിക്കുന്നു, ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. കാണാതായ ഒരുപാട് പേരെ തിരഞ്ഞുകൊണ്ട് ഒരുപാട് പേർ എന്തെങ്കിലും വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകും എന്ന പ്രതീക്ഷയോടുകൂടി പലയിടത്തും കയറിയിറങ്ങുന്നത് അവിടെ നിന്ന് നമുക്ക് കാണാം. അവർ ക്യാമ്പുകളിൽ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ വിംസ് ആശുപത്രിയിലെത്തി, മറ്റ് ആശുപത്രികളിലൊക്കെ എത്തി എന്തെങ്കിലും വിവരമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ദൗത്യസംഘത്തോട്, വിവിധ സേനാ വിഭാഗങ്ങളോട്, അവിടെ തെരച്ചിൽ നടത്തുന്ന ആളുകളോട് അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരമുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ വിവരം ലഭിക്കാത്തവരുമുണ്ട്. നേരത്തെ നിതിൻ രാജിനെ പോലുള്ള ആളുകളൊക്കെ 6 പേരെ കാണാതായ സംഭവം അവരുടെ ബന്ധു നിതിൻ രാജ് നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള വിവരവും ഇതുവരെ കിട്ടാത്തവരും ഏറെയാണ്. നാളത്തെ തെരച്ചിലിൽ ഈ കാണാതായവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും നടത്തുക. അതിന് മുണ്ടക്കയിലെ ഈ ദുരന്തമുണ്ടായ സ്പോട്ടിലേക്ക് ദൗത്യസംഘത്തിന് കടന്നു ചെല്ലേണ്ടതുണ്ട്. അവിടെ അവർ പരിശോധന നടത്തും. മണ്ണിനടിയിലുള്ള പരിശോധന നാളെ ഉണ്ടാകും. ആരെങ്കിലും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോഴും ഈ കാണാതായവരെത്ര എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ കണക്കില്ല. ആളുകൾ വിവരങ്ങൾ നൽകുന്നുണ്ട്, അതൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ നടത്തുക, പരിശോധന നടത്തുക, അവരുടെ വീടിന് സമീപത്തും അവർ നിന്നിരുന്നതിൻ്റെ സമീപത്തുമൊക്കെ തെരച്ചിൽ നടത്തുക എന്നുള്ളതായിരിക്കും നാളെ അവർ നടത്താൻ പോകുന്നത്. അപ്പോഴും ഈ വലിയ രീതിയിൽ ഒരാൾ പൊക്കത്തിലൊക്കെ അവിടെ ചെളിയടിഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനടിയിലൊക്കെ തെരച്ചിൽ നടത്തണമെങ്കിൽ എന്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പക്ഷേ അപ്പോഴും സേനയുടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സൈന്യത്തിൻ്റെ, മറ്റ് രക്ഷാദൗത്യ സംഘത്തിൻ്റെയൊക്കെ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥയും അനുകൂലമായി നിൽക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് ഇത്രയും പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ പ്രധാനം ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. നാളെ ഈ മണ്ണിനടിയിൽ നടക്കുന്ന തെരച്ചിലിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. പ്രത്യേക ഡോഗ് സ്ക്വാഡിൻ്റെയൊക്കെ സഹായം തേടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നാളെ ഉണ്ടാകും എന്ന് കരുതാം. JCB പോലുള്ള, ഹിറ്റാച്ചി പോലുള്ള വലിയ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് ആളുകളെ
നമ്മൾ റോപ്പ് ഉപയോഗിച്ചും താൽക്കാലിക പാലം ഉപയോഗിച്ചുമൊക്കെയാണ് മറുകരയിൽ എത്തിച്ചത്. സൈന്യത്തിൻ്റെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരം സംവിധാനങ്ങളെ അവിടേക്ക് എത്തിക്കാൻ കഴിയുമോ? മണ്ണിനടിയിൽ വിശദമായ പരിശോധനയ്ക്കുള്ള സാധ്യത നാളെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. വലിയ പാറക്കല്ലുകൾ അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാളുടെയൊക്കെ പൊക്കത്തിലുള്ള വലിയ പാറക്കല്ലുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതൊക്കെ മാറ്റി എങ്ങനെ അവിടെ തിരച്ചിൽ സാധ്യമാകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം അത് ഏതാണ്ട് അവസാനിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ തന്നെ ദൗത്യസംഘം പറഞ്ഞിരുന്നു, സുരക്ഷിതമായി നമ്മൾ കണ്ടെത്തിയ എല്ലാവരെയും മറുകരയിൽ എത്തിക്കും, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിൽ ഈ ദൗത്യം ഇന്നത്തെ ദിനത്തിൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന്. അതവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കയിൽ നിന്ന് ഏതാണ്ട് 800-നും 1000-നും ഇടയിൽ, അത് കൃത്യമായ കണക്കെത്രയാണെന്ന് നമുക്കറിയില്ല, എന്തായാലും അത് 800-ലധികം ആളുകളുണ്ട്. അവരെ സുരക്ഷിതമായി മറുകരയിൽ എത്തിച്ചിരിക്കുന്നു. അതുപോലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ അത് മുഴുവനായി മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാളെ മണ്ണിനടിയിലുള്ള തെരച്ചിലുണ്ടാകും. അതിന് കൂടുതൽ ദൗത്യസംഘാംഗങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. കെട്ടിടങ്ങൾ നിലംപൊത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കെട്ടിടങ്ങൾക്കകത്ത് വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയ നിലയുണ്ട്. കെട്ടിടങ്ങൾക്കകത്ത് വലിയ രീതിയിലുള്ള ചെളിക്കൂമ്പാരം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ മാറ്റിയുള്ള തിരച്ചിൽ എന്നുള്ളത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. അതിന് സാധ്യമായ എല്ലാ വഴികളും നാളത്തെ ദിനത്തിൽ നമ്മൾ തേടും. മേപ്പാടിയിലെ പോളിടെക്നിക്കിൽ ഒരു താൽക്കാലിക ആശുപത്രി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ, അതായത് ഈ രക്ഷപ്പെടുത്തിയവർക്ക് വേണ്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതിലും ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ ദിനത്തിൽ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുക, കൂടുതൽ ഡോക്ടേഴ്സിനെ, കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അവധിയൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളത്, സ്വകാര്യ ആശുപത്രികളുടെ അടക്കം സഹായം തേടുക എന്നുള്ളത്, അതുപോലെ അവർക്കവിടെ വേണ്ട ഭക്ഷണം, പലരും മറ്റൊന്നും കയ്യിൽ കരുതാതെ ജീവനും കൊണ്ട് ഓടിയെത്തിയവരാണ്. അവർക്ക് സ്വാഭാവികമായും ഒരുപാട് സഹായങ്ങൾ വേണ്ട ഘട്ടമാണ്. അതിന് ജില്ലാ കളക്ടർ അടക്കം അഭ്യർത്ഥിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കണ്ടിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും സാധനങ്ങളും ഒക്കെ എത്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അതിന് സന്നദ്ധരായവർ ഉണ്ടെങ്കിൽ കളക്ടറേറ്റുമായി ബന്ധപ്പെടണം. അതിനുള്ള നമ്പർ അടക്കം കളക്ടർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവർക്ക് കഴിയുന്ന, കേരളം ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുന്ന നിലയാണ്. കേരളത്തിൻ്റെ അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് മുണ്ടക്കയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അട്ടമലയിലെ കാഴ്ചയും സമാനമായിരുന്നു. വലിയ ദുരന്തം, വലിയ ആശങ്ക അവിടെയുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു.